പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഇന്നലെ വിഭൂതി, അപ്പോൾ ഇന്നലെ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ കുരിശൊക്കെ നമ്മളെല്ലാവരും ഇന്നലെ ചാരൊക്കെ നെറ്റിയിൽ ചാർത്തി. അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായിട്ട് ഈ ദിവസങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തഴക്കദോഷത്തിൻ്റെ മേഖലകൾ നമുക്കൊരു വിടുതലിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എന്നെക്കൊണ്ട് പറ്റുമോ, ഈശോയെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യമില്ലേ, അതാണ് പുറപ്പാട് പുസ്തകത്തിലെ 33-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനം. അവിടെ മോശ ചോദിക്കുകയാണ്, ദൈവമേ എന്നെക്കൊണ്ട് പറ്റുമോ അത്? അപ്പോൾ മോശയോട് ദൈവമായ കർത്താവ് പറയാണ്, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അതായത് ഞാൻ നിൻ്റെ കൂടെ വന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ ചിലപ്പോഴൊക്കെ ചില മേഖലകൾ, വെറുപ്പിൻ്റെ മേഖല, അശുദ്ധിയുടെ മേഖല, അലസതയുടെ മേഖല, ഇതൊക്കെ നമ്മൾ ശരിക്കും അങ്ങോട്ട് ഭാരപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ മോശയോട് പറഞ്ഞ അതേ വചനം, ഞാൻ തന്നെ നിന്നോട് കൂടെ വന്ന് നിന്നെ ഈ ഒരു കാര്യത്തിൽ നിന്നെ സഹായിക്കും കുഞ്ഞെ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ സ്വരം നമ്മൾക്ക് കേൾക്കാനായിട്ടുള്ള ആദ്യം നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം. എല്ലാ ദിവസങ്ങളിലും തന്നെ നേരത്തെ എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പരിശ്രമിക്കണം. ഇനി ഏതെങ്കിലും ഒരു ദിവസം ഒരു മടിപ്പിശാച് വന്ന് നമ്മൾ കിടന്ന് ഉറങ്ങിയെന്ന് വിചാരിക്കുക, അയ്യോ 50 ദിവസം പോയി ഇനി കുർബാനയ്ക്ക് അങ്ങനെ തീരുമാനം എടുക്കരുത്. വീണാലും നമ്മൾ എഴുന്നേൽക്കാനുള്ള ആർജവത്വം നമ്മൾ കാണിക്കണം കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.